ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ 4ാമത്തെ പാഠമായിട്ടുള്ള അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്. ഈ പാഠത്തിൻ്റെ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒറിജിനും ഒരേ ഫംഗ്ഷനും പെർഫോം ചെയ്യുന്ന കുറച്ച് സെൽസ് കൂടിച്ചേരുമ്പോഴാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ടിഷ്യൂകളുടെ തന്നെ സിസ്റ്റങ്ങളെയാണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ടിഷ്യൂകളുടെ സിസ്റ്റങ്ങളെയാണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുക എന്ന് പറഞ്ഞു. അതിൽ തന്നെ 3 ടിഷ്യൂ സിസ്റ്റംസ് ആണുള്ളത്: എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഈ 3 ടിഷ്യൂ സിസ്റ്റങ്ങളിൽ എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റവും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റവുമാണ് ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ്. അപ്പോൾ ആദ്യം നമുക്ക് എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കാം. എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന ടിഷ്യൂ സിസ്റ്റമാണ് പ്ലാൻ ബോഡിയെ മുഴുവനായിട്ടും കവർ ചെയ്യുന്നത്. അതാണ് പ്ലാൻ ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്ലാൻ ബോഡിയെ ഔട്ടർ മോസ്റ്റ് പുറത്ത് നിന്ന് കവർ ചെയ്യുന്ന ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ അതിൽ ഈ എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ കാണുന്നത് എപ്പിഡേർമൽ സെൽസ്, സ്റ്റൊമാറ്റ, എപ്പിഡേർമൽ അപ്പൻഡേജസ്, ഇത് 3ഉമാണ് എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ഒരു പ്ലാൻ ബോഡിയെ പുറത്ത് നിന്ന് കവർ ചെയ്യുന്നത് ഈ എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റത്തിനകത്ത് എപ്പിഡേർമൽ സെൽസ്, സ്റ്റൊമാറ്റ, എപ്പിഡേർമൽ അപ്പൻഡേജസ് ഇവയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തേത് എപ്പിഡേർമിസ്. നമ്മൾ എപ്പിഡേർമൽ സെൽസ് എന്ന് പറഞ്ഞു, അതൊക്കെ ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ എപ്പിഡേർമിസ് എന്ന് പറയുക. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി പ്ലാൻ ബോഡിയുടെ പുറത്തുള്ള ലെയറായിട്ട് കാണുന്നത്. ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ, ഒരു പ്രൈമറി പ്ലാൻ ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് ലെയറായിട്ട് കാണുന്നത് എപ്പിഡേർമിസ് ആണ്. എപ്പിഡേർമിസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ യൂഷ്വലി സിംഗിൾ ലെയർഡാണ്. ഒറ്റ ലെയർ സെൽസ് മാത്രമേ എപ്പിഡേർമിസിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ സിംഗിൾ ലെയർഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലെയർ സെല്ലാണ് എപ്പിഡേർമിസിൽ കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്നത് ഇലോങ്ങേറ്റഡ്, നീളമുള്ള കോമ്പാക്ട്ലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റിക് സെൽസ്. അതായത് കോമ്പാക്ട്ലി എന്ന് പറഞ്ഞാൽ നല്ല അടുത്തടുത്തായിട്ട് നല്ല തിക്കായിട്ട് വച്ചിരിക്കുന്ന പാരൻകൈമാറ്റിക് സെൽസ് കൊണ്ടാണ് ഈ എപ്പിഡേർമിസ് നിർമ്മിച്ചിരിക്കുന്നത്. ആ പാരൻകൈമാറ്റിക് സെൽസ് കുറച്ച് എമൗണ്ട് സൈറ്റോപ്ലാസമേ ഉണ്ടാകുകയുള്ളൂ. അതുപോലെ അതിന് ഒരു വലിയ വാക്യൂളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പിഡേർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് നീളമുള്ള കോമ്പാക്റ്റ് ആയിട്ട് നല്ല അടുക്കി വെച്ചിരിക്കുന്ന പാരൻകൈമാറ്റിക് സെൽസ് കൊണ്ടാണ്. ഈ പാരൻകൈമാറ്റിക് സെൽസിനകത്ത് വളരെ കുറച്ച് സൈറ്റോപ്ലാസം ആയിരിക്കും ആ സെൽ വോളിനെ ലൈൻ ചെയ്ത് കാണാൻ സാധിക്കുന്നത്, സെൽ വോളിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനുണ്ടാകുന്നത് ഒരു ലാർജ് വാക്യൂളാണ്, വലിയ വാക്യൂളാണ്. എപ്പിഡേർമിസിൻ്റെ പുറം ഭാഗം, അതായത് ഔട്ട്സൈഡ് ഓഫ് ദ എപ്പിഡേർമിസ്, അത് മിക്കപ്പോഴും ഒരു തിക്ക് വാക്സി ലെയർ കൊണ്ട് കവേർഡാണ്. അതായത് ഈ എപ്പിഡേർമിസിൻ്റെ പുറമേ ഉള്ള ഭാഗം ഒരു തിക്കായിട്ട് വളരെ കട്ടിയുള്ള വാക്സിൻ്റെ രൂപത്തിലുള്ള ഒരു ലെയർ കൊണ്ട് കവേർഡാണ്. ആ വാക്സി തിക്ക് ലെയറിനെ പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. ഈ ക്യൂട്ടിക്കിളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ലോസ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ എന്നുള്ളൊരു ഫങ്ഷനാണ് ഈ ക്യൂട്ടിക്കിൾ നിർവഹിക്കുന്നത്. വെള്ളത്തിൻ്റെ നഷ്ടപ്പെടൽ തടയുക. അതുപോലെ ഈ ക്യൂട്ടിക്കിൾ റൂട്ടുകളിൽ കാണാൻ സാധിക്കില്ല. ക്യൂട്ടിക്കിൾ ഇസ് ആബ്സെൻ്റ് ഇൻ റൂട്ട്സ്. അപ്പോൾ എപ്പിഡേർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പിഡേർമൽ സെൽസ്, അല്ലെങ്കിൽ ആ സെൽസ് ഇലോങ്ങേറ്റഡ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റിക് സെൽസ് ആണ്. അവയിൽ കുറച്ച് സൈറ്റോപ്ലാസവും ഒരു വലിയ വാക്യൂളും കാണാൻ സാധിക്കും. അവ സിംഗിൾ ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവയ്ക്ക് മേലെ ക്യൂട്ടിക്കിൾ കാണാൻ സാധിക്കും. റൂട്ട്സിൽ ക്യൂട്ടിക്കിൾ ഇല്ല. അടുത്തതാണ് സ്റ്റൊമേറ്റ. നമ്മളിപ്പോൾ പറഞ്ഞ എപ്പിഡേർമിസ്, ലീവ്സിൽ കാണുന്ന എപ്പിഡേർമിസിൻ്റെ മേലാണ് ഈ സ്റ്റൊമേറ്റ കാണുന്നത്. സ്റ്റൊമേറ്റയാണ് ട്രാൻസ്പിരേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചും റെഗുലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ. നമ്മളത് വരും ചാപ്റ്ററുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ലീവ്സിൽ നിന്നുള്ള ലോസ് ഓഫ് വാട്ടർ, ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടറാണ്, വെള്ളം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അറ്റ്മോസ്ഫിയറും പ്ലാന്റുമായിട്ട് ഉള്ളൊരു എക്സ്ചേഞ്ച്, അത് തമ്മിൽ കൈമാറുന്നതിനെയാണ് നമ്മൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുക. അപ്പോൾ ഈ സ്റ്റൊമാറ്റ വഴിയാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. ഒരു സ്റ്റോമ അല്ലെങ്കിൽ ഒരു സ്റ്റൊമാറ്റ അതുണ്ടാക്കിയിരിക്കുന്നത് 2 ബീൻ ഷേപ്ഡ് സെൽസ് കൊണ്ടാണ്. അതായത് ബീൻസിൻ്റെ ഷേപ്പിലുള്ള 2 സെൽസ് കൊണ്ടാണ് ഈ സ്റ്റോമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സെൽസിനെ പറയുന്ന പേരാണ് ഗാർഡ് സെൽസ്. അപ്പോൾ ബീൻ ഷേപ്പിലുള്ള 2 സെൽസ്, അതിൻ്റെ പേരാണ് ഗാർഡ് സെൽസ്. ഇനി ഈ ഗാർഡ് സെൽസ് തന്നെ ഗ്രാസുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡംബെൽ ഷേപ്പായിരിക്കും. ഡംബെൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഷേപ്പാണ് ഡംബെൽ ഷേപ്പ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബീൻ ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു, പക്ഷേ അത് ഗ്രാസസിലേക്ക് വരുമ്പോഴേക്കും അത് ഡംബെൽ ഷേപ്പിലാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ മേളിലും താഴെയും വേർതിരിക്കും, നടുക്ക് ഒരു സ്ലിം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡംബെൽ ഷേപ്പ് എന്ന് പറയുക. അപ്പോൾ
ഈ സ്റ്റൊമാറ്റ എപ്പിഡെർമിസിലാണ് കാണുന്നത്. അവയാണ് ട്രാൻസ്പിരേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചും റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഗാർഡ് സെൽസിൻ്റെ തന്നെ ഔട്ടർ വോൾസ്, പുറമേ കാണുന്ന വോൾസ്, ഗാർഡ് സെൽസിന് ഇന്നർ വോൾസുമുണ്ട് ഔട്ടർ വോൾസുമുണ്ട്. നമ്മൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നടുക്കിരിക്കുന്ന കിഡ്നിയുടെ രൂപത്തിലുള്ള സെല്ലുകൾ അല്ലെങ്കിൽ ബീനിൻ്റെ രൂപത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ ഗാർഡ് സെൽസ് എന്ന് പറയുക. അതിന് ഔട്ടർ വോളുണ്ട്, പുറമേ ഉള്ള വോളുമുണ്ട്, ഇന്നർ വോളുമുണ്ട്. ഔട്ടർ വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമാറ്റൽ പോറ്, നടുക്ക് കാണുന്ന ഒരു വെള്ള സ്ഥലം കണ്ടോ, അതാണ് സ്റ്റൊമാറ്റൽ പോറ്. അതിൽ നിന്ന് അകലെയായിട്ട് നിൽക്കുന്നതാണ് ഔട്ടർ വോൾസ്. അതിലേക്ക് നിൽക്കുന്നതാണ് ഇന്നർ വോൾസ്. അപ്പോൾ ടുവേർഡ്സ് ദ സ്റ്റൊമാറ്റൽ പോറാണ് ഇന്നർ വോൾസ്, എവേ ഫ്രം ദ സ്റ്റൊമാറ്റൽ പോറാണ് ഔട്ടർ വോൾസ്. അപ്പോൾ ഔട്ടർ വോൾസ് തിന്നായിരിക്കും, ഇന്നർ വോൾസ് കുറച്ചുകൂടെ തിക്കായിരിക്കും. അതായത് സ്റ്റൊമാറ്റൽ പോറിന് അടുത്ത് വരുന്ന വോൾസാണ് ഇന്നർ വോൾസ്, അത് കുറച്ച് തിക്കായിരിക്കും. പുറമേ വരുന്ന വോൾസ് തിന്നായിരിക്കും. പിന്നെ ഈ ഗാർഡ് സെൽസിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ദ ഗാർഡ് സെൽസ് പൊസസ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഈ ഗാർഡ് സെൽസ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റ് പോർഷൻ, അതായത് സ്റ്റൊമാറ്റൽ പോർ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും, അത് തുറയുന്നതും അടയുന്നതൊക്കെ ഈ ഗാർഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ കാരണമാണ്. സോ ഗാർഡ് സെൽസ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഓഫ് സ്റ്റൊമാറ്റ. അതുപോലെ ചില സമയങ്ങളിൽ ഗാർഡ് സെൽസിന് അരികെ വരുന്ന എപ്പിഡെർമൽ സെൽസ്, അവ ചില ഷേപ്പുകളും സൈസുകളുമായിട്ട് ഫോം ചെയ്യും, അല്ലെങ്കിൽ ചില ഷേപ്പുകളും സൈസുകളുമായിട്ട് മാറും. അവയെ പറയുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. അപ്പോൾ ഈ ഗാർഡ് സെൽസിന് അടുത്ത് വരുന്ന ചില എപ്പിഡെർമൽ സെൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിഡെർമൽ സെൽസ് എന്തുവാണ്, അപ്പോൾ ആ എപ്പിഡെർമൽ സെൽസ് ചില സമയത്ത് എന്തെങ്കിലും ഒരു കാരണത്താൽ സ്പെഷ്യലൈസ്ഡ് ആവും ഷേപ്പിലും സൈസിലും. അങ്ങനെയുള്ള സെൽസിനെ പറയുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. ഈ സ്റ്റൊമാറ്റൽ അപ്പേർച്ചറിനെയും ഗാർഡ് സെൽസിനെയും സറൗണ്ടിങ് സബ്സിഡിയറി സെൽസിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റൽ പോറ്, ആ ഒരു നടുക്ക് കാണുന്ന വൈറ്റ് പോർഷൻ, അതാണ് സ്റ്റൊമാറ്റൽ പോർ അല്ലെങ്കിൽ ആ ഹോള്. അതും ഗാർഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി ഷേപ്ഡ് സെൽസ് അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് സെൽസ്, അതും അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പറഞ്ഞ സബ്സിഡിയറി സെൽസ്, ചുറ്റും കാണുന്ന സബ്സിഡിയറി സെൽസും, ഇവ മൂന്നിനെയും കൂടി കൂട്ടി വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ എന്തൊക്കെയുണ്ട്? സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ, ഗാർഡ് സെൽസ്, സബ്സിഡിയറി സെൽസ്. അടുത്തതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. നമ്മളപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ എപ്പിഡെർമിസും സ്റ്റൊമാറ്റയും ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തേതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് രണ്ടെണ്ണം ഉണ്ട്, റൂട്ട് ഹെയർസും ട്രൈക്കോംസും. അപ്പോൾ റൂട്ട് ഹെയർസും ട്രൈക്കോംസുമാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ് ആയിട്ട് വരുന്നത്. റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഡെർമൽ സെൽസിൻ്റെ യൂണിസെല്ലുലാർ ഇലോങ്ങേഷനെയാണ് നമ്മൾ റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. അതായത് ഈ എപ്പിഡെർമൽ സെൽസ് അതിൻ്റെ യൂണിസെല്ലുലാർ, അതായത് ഒരു സെല്ലുള്ള, യൂണി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലുള്ള ഇലോങ്ങേഷൻസ്, നീളമുള്ള എപ്പിഡെർമൽ സെൽസിനെയാണ് നമ്മൾ റൂട്ട് ഹെയർസ് എന്ന് പറയുക. അപ്പോൾ ഈ റൂട്ട് ഹെയർസിൻ്റെ ഫംഗ്ഷൻ സോയിലിൽ നിന്ന് വെള്ളവും മിനറൽസും അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പിഡെർമൽ സെൽസിൻ്റെ യൂണിസെല്ലുലാർ, ഒറ്റ സെല്ലുള്ള ഇലോങ്ങേഷൻസ്, നീളമുള്ള എപ്പിഡെർമൽ സെൽസിനെയാണ് നമ്മൾ റൂട്ട് ഹെയർസ് എന്ന് പറയുക. അവ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രൈക്കോംസ് എന്ന എപ്പിഡെർമൽ അപ്പൻഡേജ് ആണെങ്കിൽ അവ സ്റ്റെമ്മിൽ കാണുന്ന എപ്പിഡെർമൽ ഹെയറിനെയാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് പറയുക. അപ്പോൾ ഈ റൂട്ട് ഹെയർസ് എന്ന് പറയുമ്പോൾ അത് റൂട്ടിലുള്ളതാണ് അല്ലേ. ട്രൈക്കോംസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ കാണപ്പെടുന്ന എപ്പിഡെർമൽ ഹെയർസ്, എപ്പിഡെർമിസ് വഴി ഉണ്ടാക്കിയിരിക്കുന്ന, എപ്പിഡെർമൽ സെൽസ് വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഹെയർസാണ് ട്രൈക്കോംസ് എന്ന് പറയുന്നത്. അവ യൂഷ്വലി മൾട്ടി സെല്ലുലാറാണ്. റൂട്ട് ഹെയർസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അവ യൂണി സെല്ലുലാറായിരുന്നു, ഒറ്റ സെല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ട്രൈക്കോംസിൻ്റെ കേസിലാണെങ്കിൽ അവ മൾട്ടി സെല്ലുലാറാണ്, അതായത് ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടാകും. ബ്രാഞ്ച്ഡ് ആകാം അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആകാം. അവയിൽ നിന്നൊന്നെങ്കിൽ ബ്രാഞ്ച് ഉണ്ടാകാം അല്ലെങ്കിൽ ബ്രാഞ്ച് ഇല്ലാതെയും സ്റ്റഡി ആയിട്ട് ഒറ്റ ഇത് മാത്രമായിട്ട് നിൽക്കാം. അതുപോലെ അവർക്ക് സോഫ്റ്റ് ആകാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിഫ് ആകാം. സോഫ്റ്റ് ആയിട്ടുള്ളതാകാം അല്ലെങ്കിൽ സ്റ്റിഫായിട്ടുള്ള, കട്ടിയുള്ളതായിട്ട് സ്റ്റഡി ആയിട്ടുള്ളതാകാം. അവ ഒന്നുകിൽ സെക്രീറ്ററി ആകാം, ചില സമയങ്ങളിൽ അവർ സെക്രീറ്ററി ആകാം. അതായത് ഈ എപ്പിഡെർമൽ ഹെയർസാണ് ഈ ട്രൈക്കോംസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ കാണുന്നത്. അവയിൽ നിന്ന് എന്തെങ്കിലും സെക്രീഷൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ സെക്രീറ്ററി എന്നാണ് പറയുക. അപ്പോൾ ചില സമയങ്ങളിൽ അവ സെക്രീറ്ററിയും ആകാം. ഈ ട്രൈക്കോംസിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ വഴിയുള്ള വാട്ടർ ലോസ് തടയുക എന്നതാണ്. അപ്പോൾ ട്രാൻസ്പിരേഷൻ വഴി ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ട്രൈക്കോംസ് നിർവഹിക്കുന്നത്. ഇപ്പോൾ റൂട്ട് ഹെയർസ് വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യുക, ട്രൈക്കോംസ് ട്രാൻസ്പിരേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ വഴി നഷ്ടപ്പെടുന്ന വാട്ടർ അത് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ ടിഷ്യൂ സിസ്റ്റങ്ങളിലെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി ഫോക്കസ് ഏരിയയിൽ വരുന്ന ടിഷ്യൂ സിസ്റ്റം വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റമാണ്. നമുക്ക് വേറൊരു ടിഷ്യൂ സിസ്റ്റം കൂടി ഉണ്ട്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, പക്ഷേ അത് ഫോക്കസ് ഏരിയയിലില്ല.
അപ്പോൾ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കാം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയവുമാണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് ടിഷ്യൂസ് പഠിച്ചിരുന്നു. അതിൽ സൈലവും ഫ്ലോയും അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിലുള്ളത് ഈ കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയവുമാണ്. അപ്പോൾ ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് വാസ്കുലാർ ബണ്ടിൽസ്. അപ്പോൾ ഈ സൈലവും ഫ്ലോയും ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലാർ ബണ്ടിൽസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് വാസ്കുലാർ ബണ്ടിൽസ് അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് എന്നും പറയും. ഈ വാസ്കുലാർ ബണ്ടിൽസിനെ തന്നെ രണ്ട് തരമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. ഇത് തിരിച്ചിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് ക്യാമ്പിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ്. ക്യാമ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു ബാൻഡ് ഒരു ബാൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിനെയാണ് നമ്മൾ ക്യാമ്പിയം എന്ന് പറയുക. അപ്പോൾ അത് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നതിൻ്റെ ബേസിൽ വാസ്കുലാർ ബണ്ടിൽസ് രണ്ട് തരമുണ്ട്, ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. അപ്പോൾ ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലായിട്ട് അല്ലെങ്കിൽ അവരുടെ ബിറ്റ്വീനിൽ ക്യാമ്പിയം കാണുന്നുണ്ടെങ്കിൽ, ക്യാമ്പിയം പ്രസൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് എന്നാണ് പറയുക. അങ്ങനെയുള്ള വാസ്കുലാർ ബണ്ടിൽസ് സെക്കൻഡറി സൈലവും ഫ്ലോയും ടിഷ്യൂസും ഫോം ചെയ്യും. അപ്പോൾ ക്യാമ്പിയം പ്രസൻ്റ് ആണെങ്കിൽ നമ്മളതിനെ ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണാം, രണ്ടാമത് കാണിച്ചിരിക്കുന്ന ആ ഒരു റെഡും ആ ബ്ലൂവിൻ്റെ ഇടയിൽ ഒരു ബാൻഡ് കാണാം, അതാണ് ക്യാമ്പിയം. അത് പ്രസൻ്റ് ആണെങ്കിൽ അത് ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽ. അങ്ങനെയുള്ളതിന് സെക്കൻഡറി സൈലവും ഫ്ലോയും ടിഷ്യൂസും ഫോം ചെയ്യാൻ കഴിയും. ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിലിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഡൈക്കോട്ടിലിഡനസ് സ്റ്റെംസ് ആണ്. ഡൈക്കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ 2 കോട്ടിലിഡനുള്ള സ്റ്റെമ്മുകളാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ക്ലോസ്ഡ് ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ക്യാമ്പിയം ഉണ്ടാകില്ല. നമ്മളിപ്പോൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിക്ചറിൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഫ്ലോയും റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സൈലവുമാണ്. അതിനിടയിൽ ബാൻഡ് വരുന്നില്ല എങ്കിൽ അത് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ്. അപ്പോൾ അവ സെക്കൻഡറി ടിഷ്യൂസ് അതുകൊണ്ട് ഫോം ചെയ്യില്ല. അപ്പോൾ ക്യാമ്പിയം പ്രസൻ്റ് ആണെങ്കിൽ സെക്കൻഡറി സൈലവും ഫ്ലോയും ടിഷ്യൂസും ഫോം ചെയ്യും. പക്ഷേ ക്യാമ്പിയം ആബ്സെൻ്റ് ആണെങ്കിൽ സെക്കൻഡറി ടിഷ്യൂസ് ഒന്നും ഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് മോണോകോട്ടിലിഡൻസ്. അപ്പോൾ മറ്റേതിൻ്റെ അതായത് ഓപ്പൺ ടൈപ്പിൻ്റെ എക്സാമ്പിൾ ഡൈക്കോട്ടിലിഡനസ് സ്റ്റെംസും ക്ലോസ്ഡ് ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് മോണോകോട്ടിലിഡൻസും. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ക്ലാസിഫിക്കേഷൻ ക്യാമ്പിയത്തിൻ്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ടായിരുന്നു. ഇനി ഈ ഒരു സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ അതെങ്ങനെയാണ് അതിൽ അടുക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ബേസിൽ വാസ്കുലാർ ബണ്ടിൽസ് 2 തരമുണ്ട്, റേഡിയൽ ടൈപ്പും കോൺജോയിൻറ്റ് ടൈപ്പും. റേഡിയൽ ടൈപ്പും കോൺജോയിൻറ്റ് ടൈപ്പും. റേഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൈലവും ഫ്ലോയും ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള മാനറിൽ, അതായത് ആദ്യം സൈലം വന്നാൽ പിന്നെ ഫ്ലോയും, പിന്നെ വീണ്ടും സൈലം പിന്നെ ഫ്ലോയും, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ അത് ആൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോൾ ഈ സൈലവും ഫ്ലോയും ഡിഫറെൻറ്റ് ദൂരത്തിലായിരിക്കും, സെൻറ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് റേഡിയസ് ആയിരിക്കും അതിന് ഉണ്ടാകുക. റേഡിയൽ ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് റൂട്ടുകളിൽ റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈലവും ഫ്ലോയും ആൾട്ടർനേറ്റ് ആയിട്ട് പല റേഡിയസിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുക. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ സൈലം കഴിഞ്ഞാൽ ഫ്ലോയും കഴിഞ്ഞാൽ സൈലം കഴിഞ്ഞാൽ ഫ്ലോയും അങ്ങനെ വരുവാണെങ്കിലാണ് ആൾട്ടർനേറ്റ് എന്ന് പറയുക. അടുത്തതാണ് കോൺജോയിൻറ്റ് ടൈപ്പ്. കോൺജോയിൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലവും ഫ്ലോയും അതായത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഒരേ റേഡിയസിലായിരിക്കും കാണുക. സൈലവും ഫ്ലോയും ഒരേ സെയിം റേഡിയസിലായിരിക്കും. മറ്റേതിൽ ഡിഫറെൻറ്റ് റേഡിയസ് ആയിരുന്നെങ്കിൽ ഇവിടെ സെയിം റേഡിയസിൽ, അതായത് സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഇവ രണ്ടും കാണുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിലെ ആദ്യത്തെ പിക്ചർ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ആദ്യം ഇപ്പോൾ സൈലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫ്ലോയും ആയിരിക്കും. ഫ്ലോയമാണ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്, സൈലം ആ ബ്രൗൺ കളറും. അപ്പോൾ സൈലമാണ് സെൻറ്ററിനോട് കൂടുതൽ അടുത്ത്, അതായത് അതിനാണ് കുറച്ച് കുഞ്ഞ് റേഡിയായി ഉള്ളത്. മറ്റേത് കുറച്ച് ദൂരത്തായതുകൊണ്ട് അതിന് വലിയ റേഡിയ. അപ്പോൾ രണ്ടും പല റേഡിയസിലാണ് നിൽക്കുന്നതെങ്കിലും ആൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ പറയുന്നതാണ് റേഡിയൽ ടൈപ്പ്. ഒരുമിച്ചായിരിക്കും ഇവ കാണുക. അപ്പോൾ ഇത് മെയിനായിട്ട് കാണുന്നത് സ്റ്റെംസിലും ലീവ്സിലുമാണ്. റേഡിയൽ ടൈപ്പ് റൂട്ടുകളിലാണെങ്കിൽ കോൺജോയിൻറ്റ് ടൈപ്പ് സ്റ്റെമ്മുകളിലും ലീഫുകളിലുമാണ് കാണുന്നത്. ഈ കോൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഫ്ലോയം സൈലത്തിൻ്റെ പുറമേ ആയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ കോൺജോയിൻറ്റ് ടൈപ്പിലെ ഫ്ലോയം സൈലത്തിൻ്റെ പുറമേ ആയിട്ടാണ്, ഔട്ടർ സൈഡിലാണ് ഇത് നമുക്ക് കാണുന്നത്. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ 2 തരം വാസ്കുലാർ ബണ്ടിൽസ് പഠിച്ചു, റേഡിയൽ ടൈപ്പും കോൺജോയിൻറ്റ് ടൈപ്പും. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് അനാറ്റമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പോൾ ഡൈക്കോട്ടിൻ്റെയും മോണോകോട്ട് പ്ലാന്റ്സിൻ്റെയും അനാറ്റമി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എന്നീ ഭാഗങ്ങൾ 2 തരം പ്ലാന്റ്സിനും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈക്കോട്ടിലിഡനസ് റൂട്ട്.
ഈ ഡൈക്കോട്ടിലിഡനസ് റൂട്ട്സ് അല്ലെങ്കിൽ 2 കോട്ടിലിടനുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നമ്മളതിനെ മുറിച്ച് അതിൻ്റെ സെക്ഷൻ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ടിഷ്യൂ ഓർഗനൈസേഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, സ്റ്റീൽ. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, സ്റ്റീൽ എന്നീ ഭാഗങ്ങളായിരിക്കും നമുക്ക് ഈ ഡൈക്കോട്ടിലിഡനസ് റൂട്ട്സിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. എപ്പിഡെർമിസിനെ തന്നെ എപ്പിബ്ലെമ എന്നും പറയാറുണ്ട്. ഓരോന്നിനെയും നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ ആദ്യം എപ്പിഡെർമിസിന് ഇപ്പോൾ പറഞ്ഞ പോലെ എപ്പിബ്ലെമ എന്നും പറയാറുണ്ട്. നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ കണ്ട പോലെ എപ്പിഡെർമിസ് തന്നെയാണ് ഔട്ടർ മോസ്റ്റ് ലെയറായിട്ട് ഡൈക്കോട്ടിലിഡനസ് റൂട്ടിലും വരുന്നത്. അപ്പോൾ എപ്പിഡെർമിസ് ആണ് ഔട്ടർ മോസ്റ്റ് ലെയറായിട്ട് എവിടെ വരുന്നത്? ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൽ വരുന്നത്. മിക്ക എപ്പിഡെർമൽ സെൽസ് അല്ലെങ്കിൽ എപ്പിബ്ലെമ സെൽസും യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസ് ആയിട്ട് മാറാറുണ്ട്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലുള്ള റൂട്ട് ഹെയർസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? വാട്ടറും മിനറൽസും സോയിൽ നിന്ന് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലെമ അത് എന്താണ്? ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്. അത് മെയിനായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ അത് റൂട്ട് ഹെയർസായിട്ട് യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസായിട്ട് മാറാറുമുണ്ട്. രണ്ടാമത്തെ കാണുന്ന ഒരു ഭാഗമാണ് ഏത്? കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻകൈമാറ്റിക് സെൽസ്, വളരെ തിൻ വോൾഡായിട്ടുള്ള വളരെ കുഞ്ഞു വോളുകളുള്ള പാരൻകൈമ സെൽസ്, അവയുടെ സെവറൽ ലെയേഴ്സാണ്. പല ലെയറായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കോർട്ടെക്സ് കിട്ടും. അപ്പോൾ ഈ പാരൻകൈമാറ്റിക് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഇൻ്റർസെല്ലുലാർ സ്പേസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകളുടെ ഇടയിൽ കാണുന്ന സ്പേസ്. അപ്പോൾ ഈ കോർട്ടെക്സിലെ പാരൻകൈമ സെൽസ്, തിൻ വോൾഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് വളരെ കുറച്ച് ഇൻ്റർസെല്ലുലാർ സ്പേസസ് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെവറൽ ലെയേഴ്സാണ് ഈ കോർട്ടെക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് എൻഡോഡെർമിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പിഡെർമിസ് പറഞ്ഞപ്പോൾ അത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണെന്ന് പറഞ്ഞു. എൻഡോഡെർമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടെക്സിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയർ. ഇപ്പോൾ കോർട്ടെക്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അത് എന്താണ്? പാരൻകൈമ സെൽസിൻ്റെ പല ലെയേഴ്സാണ് ഈ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അകത്ത് കാണുന്ന ലെയറാണ് എൻഡോഡെർമിസ്. അപ്പോൾ എൻഡോഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാരൽ ഷേപ്ഡ് സെൽസിൻ്റെ ഒരു സിംഗിൾ ലെയർ കൊണ്ടിട്ടാണ്. ബാരലിൻ്റെ ഷേപ്പിലുള്ള സെൽസ്, അവയുടെ ഒറ്റ ലെയർ, അതാണ് ഈ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒട്ടും ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാകില്ല. അതായത് സെല്ലിനിടയിൽ ഒട്ടും സ്പേസ് നമുക്ക് കാണാൻ സാധിക്കില്ല. വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആണ് ഈ ബാരൽ ഷേപ്ഡ് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിലാണ് എൻഡോഡെർമിസ് സെല്ലിലുണ്ടാകുന്ന ബാരൽ ഷേപ്ഡ് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള എൻഡോഡെർമൽ സെൽസ് അല്ലെങ്കിൽ എൻഡോഡെർമിസിനെ ഉണ്ടാക്കുന്ന ഈ സെൽസ്, അവയുടെ ടാൻജൻഷ്യലും റേഡിയൽ വോൾസും 2 വോളുകളിലും നമുക്ക് ഒരു ഡിപ്പോസിഷൻ കാണാൻ പറ്റും. ആ വോളുകളിൽ ഒരു മെറ്റീരിയൽ ഡിപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ആ മെറ്റീരിയലിൻ്റെ പേരാണ് സുബറിൻ. അപ്പോൾ ഈ എൻഡോഡെർമൽ സെൽസിൻ്റെ ടാൻജൻഷ്യൽ വോൾസിലും റേഡിയൽ വോൾസിലും, അപ്പോൾ ഏതൊക്കെ വോൾസിലാണ്? ടാൻജൻഷ്യൽ വോൾസിലും റേഡിയൽ വോൾസിലും സുബറിൻ എന്ന മെറ്റീരിയലിൻ്റെ ഡിപ്പോസിഷൻ കാണാൻ സാധിക്കും. ഈ സുബറിൻ എന്ന മെറ്റീരിയലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വാട്ടർ ഇംപെർമിയബിൾ ആണ്. അതായത് വാട്ടറിനെ അതിനകത്തേക്ക് കടത്തിവിടില്ല. വാട്ടറിൻ്റെ കൂടെ യോജിക്കില്ല. അതിൻ്റെ പേരാണ് വാട്ടർ ഇംപെർമിയബിൾ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതൊരു വാക്സി മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ അതിലേക്ക് കടത്തിവിടില്ല. ഈ സുബറിനെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കാസ്പേരിയൻ സ്ട്രിപ്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡോഡെർമൽ സെൽസിൻ്റെ ടാൻജൻഷ്യലും റേഡിയൽ വോൾസും, ഇവരിൽ രണ്ടും സുബറിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കാണാൻ പറ്റും. ഈ സുബറിന് വാട്ടർ ഇംപെർമിയബിൾ ആണ്, വാക്സി മെറ്റീരിയലാണ്, വാക്സ് പോലെയുള്ള മെറ്റീരിയലാണ്. അത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ഫോമിലാണ്? കാസ്പേരിയൻ സ്ട്രിപ്സ്. ഈ പേര് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ് ഇത് മൂന്നും പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് സ്റ്റീൽ. അപ്പോൾ എൻഡോഡെർമിസിൻ്റെ അകത്ത് കാണുന്ന എല്ലാ ടിഷ്യൂസിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് സ്റ്റീൽ. അപ്പോൾ എൻഡോഡെർമിസിൻ്റെ ഇന്നർ സൈഡ്, നമ്മളിപ്പോൾ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ് ഇങ്ങനെ ഓർഡറായിട്ട് വന്നു. ഇനി എൻഡോഡെർമിസ് കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്ന എല്ലാ ടിഷ്യൂസിനെയും നമ്മൾ പറയുന്ന പേരാണ് സ്റ്റീൽ. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സ്റ്റീലിൽ എന്തൊക്കെ വരും? പെരിസൈക്കിൾ, പിത്ത്, കൺജങ്ക്റ്റീവ് ടിഷ്യൂ, വാസ്കുലാർ ബണ്ടിൽസ്. അപ്പോൾ ഈ സ്റ്റീലിനകത്ത് പെരിസൈക്കിൾ വരും, പിത്ത് വരും, കൺജങ്ക്റ്റീവ് ടിഷ്യൂ, വാസ്കുലാർ ബണ്ടിൽസ്, ഇതൊക്കെയാണ് സ്റ്റീലിൽ വരുന്ന ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയായിരുന്നു? പെരിസൈക്കിൾ, പിത്ത്, കൺജങ്ക്റ്റീവ് ടിഷ്യൂ, വാസ്കുലാർ ബണ്ടിൽസ്. ആദ്യത്തേതാണ് പെരിസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഡെർമിസിനോട് അടുത്ത് കാണുന്ന പാരൻകൈമാറ്റിക് സെൽസ്, വളരെ തിക്കായിട്ടുള്ള വോളുള്ള പാരൻകൈമാറ്റിക് സെൽസിൻ്റെ കുറച്ച് ലെയേഴ്സ് ഇങ്ങനെ കൂടി ചേർന്നുണ്ടാകുന്നതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്ന ടിഷ്യൂ.
അപ്പോൾ എൻഡോഡേമിസിന് തൊട്ടടുത്ത് കാണുന്നത് ഏതാണ്? പെരിസൈക്കിൾ. പുറമേ കാണുന്നത് കോർട്ടെക്സ്, ഉള്ളിലേക്ക് കാണുന്നത് പെരിസൈക്കിൾ. അപ്പോൾ കുറച്ച് തിക്ക് വോൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റിക് സെൽസിൻ്റെ ലെയേഴ്സാണ് ഈ പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിളാണ് ഈ സെൽസിൽ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത്. അതായത് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെമ്മോ അല്ലെങ്കിൽ ഒരു റൂട്ടാണെങ്കിൽ അതിൻ്റെ ഗർത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ അതിൻ്റെ വണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് ലാറ്ററൽ റൂട്ട്സും വാസ്കുലാർ ക്യാമ്പിയവും ഫോം ചെയ്യാൻ സഹായിക്കുന്നത്, അവയെ ഇനീഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പെരിസൈക്കിൾ സെൽസാണ്. അപ്പോൾ പെരിസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഡേമിസിന് തൊട്ടടുത്ത് കാണുന്ന, ഉള്ളിലേക്ക് കാണുന്ന തിക്ക് വോൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റിക് സെൽസിൻ്റെ കുറച്ച് ലെയേഴ്സിനെയാണ് നമ്മളിത് പറയുന്നത്. ഇവയാണ് സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ലാറ്ററൽ റൂട്ട്സും വാസ്കുലാർ ക്യാമ്പിയവും ഉണ്ടാകാൻ സഹായിക്കുന്നത്, അവയുടെ ഇനീഷ്യേഷന് സഹായിക്കുന്നത്. അടുത്തതാണ് പിത്ത്. പിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അകത്ത് കാണുന്ന ഇതിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. ഏറ്റവും അകത്ത് കാണുന്ന ടിഷ്യൂ, ഇന്നർമോസ്റ്റ് റീജിയനാണ് പിത്ത്. ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് ഇൻകോൺസ്പീഷ്യസ്. അപ്പോൾ പിത്ത് വളരെ ചെറുതുമാണ്, ഇൻകോൺസ്പിക്യുവസ് ആണ്. ഇൻകോൺസ്പിക്യുവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, അങ്ങനത്തെ രീതിയിൽ ഒരു ഇന്നർമോസ്റ്റ് റീജിയനാണ് പിത്ത് എന്ന് പറയുന്നത്. വളരെ ചെറുതായതുകൊണ്ടാണ് ഇൻകോൺസ്പിക്യുവസ് ആകുന്നത്. അടുത്തതാണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലത്തിൻ്റെയും നടുക്കാണ് സൈലവും ഫ്ലോയവും കാണുന്നത്. ആ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന, അതിൻ്റെ ബിറ്റ്വീനിൽ കാണുന്ന, അതിൻ്റെ നടുക്ക് കാണുന്ന പാരൻകൈമാറ്റിക് സെൽസിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുക. അപ്പോൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയ്ക്ക് കാണുന്ന പാരൻകൈമ സെൽസാണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. പിന്നെ വരുന്നത് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. വാസ്കുലാർ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? സൈലവും ഫ്ലോയും. അവയുടെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൽ അവ 2 to 4, 2 to 4 ആണ് നമുക്ക് ഈ സൈലവും ഫ്ലോയും പാച്ചസ് കാണാൻ സാധിക്കുന്നത്. ഈ ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൽ തന്നെ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായിട്ട് ഒരു കാമ്പിയം റിങ് പിന്നീട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസ് 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ആണ് നമുക്ക് ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൽ കാണുന്നത്. അവിടെ പിന്നീട് ലേറ്റർ എ കാമ്പിയം റിങ് ഡെവലപ്സ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ നമ്മൾ 4 ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? പെരിസൈക്കിൾ, പിത്ത്, കൺജങ്ക്റ്റീവ് ടിഷ്യൂ, വാസ്കുലാർ ബണ്ടിൽസ്. ഇവയൊക്കെ ഒരുമിച്ച് പറയുന്ന പേര് സ്റ്റീൽ അല്ലേ? പെരിസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഡേമിസിന് അടുത്ത് കാണുന്ന പാരൻകൈമാറ്റിക് സെൽസിൻ്റെ ഫ്യൂ ലെയേഴ്സ്. പിത്ത് ഏറ്റവും അകത്ത് കാണുന്ന, നടുക്കായിട്ട് കാണുന്ന റീജിയനാണ് പിത്ത്. അത് വളരെ ചെറുതാണ്, ഇൻകോൺസ്പിക്യുവസ് ആണ്. അതുപോലെ കൺജങ്ക്റ്റീവ് ടിഷ്യൂ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന പാരൻകൈമാറ്റിക് സെൽസ്. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ എണ്ണം 2 to 4. അപ്പോൾ നമ്മൾ ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്തത് എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, സ്റ്റീൽ, ഈ 4 ഭാഗങ്ങളും വിശദമായി തന്നെ പറഞ്ഞു. അടുത്തതാണ് മോണോകോട്ടിലിഡനസ് റൂട്ട്. മോണോകോട്ടിലിഡനസ് റൂട്ടിലും ഇതൊക്കെ തന്നെയുണ്ട്. എന്തൊക്കെയാണ്? എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത് എന്നീ ഭാഗങ്ങളാണ് മോണോകോട്ടിലിഡനസ് റൂട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് മോണോകോട്ടിലിഡനസ് റൂട്ടിലുള്ളത്? എപ്പിഡെർമിസ്, പുറമേ കാണുന്നതാണ് എപ്പിഡെർമിസ്. കോർട്ടെക്സ്, അതിനകത്ത് കാണുന്നത് ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ആണ് എൻഡോഡെർമിസ്. പിന്നെ കാണുന്നതാണ് പെരിസൈക്കിൾ, പിന്നീട് വാസ്കുലാർ ബണ്ടിൽസ്, ഏറ്റവും നടുക്ക് കാണുന്നതാണ് പിത്ത്. മോണോകോട്ടിലിഡനസ് റൂട്ടിൻ്റെ കേസിൽ 6ൽ കൂടുതൽ സൈലം ബണ്ടിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവയിൽ 6ൽ കൂടുതൽ സൈലം ബണ്ടിൽസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പോളി ആർക്ക് എന്നാണ് പറയുക. അപ്പോൾ 6ൽ കൂടുതൽ സൈലം ബണ്ടിൽസ് കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മോണോകോട്ടിലിഡനസിനെ നമ്മൾ പോളി ആർക്ക് എന്നാണ് പറയുക, സൈലം ബണ്ടിൽസ്. ഇവയുടെ പിത്ത് വളരെ വലുതാണ്. മറ്റേ ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ അവരുടെ പിത്ത് വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് വിസിബിൾ അല്ലായിരുന്നു. പക്ഷേ മോണോകോട്ടിലിഡനസ് റൂട്ടിൻ്റെ കേസിൽ അവ വലിയ പിത്താണ് അവർക്കുള്ളത്. അതുകൂടാതെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള പിത്തുമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലിയർലി വിസിബിളുമാണ്, ലാർജ് ആയതുകൊണ്ടാണ് വിസിബിൾ ആയിട്ടുള്ളത്. നോ എനി സെക്കൻഡറി ഗ്രോത്ത്. ഇവയ്ക്ക് സെക്കൻഡറി ഗ്രോത്ത് ഒന്നും നടക്കുകയില്ല. അപ്പോൾ ഇവരിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കാറില്ല. അപ്പോൾ മോണോകോട്ടിലിഡനസ് റൂട്ടിൻ്റെ ഭാഗങ്ങൾ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം, പിന്നെ അനാറ്റമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്സിൽ ഡൈക്കോട്ടിലിഡനസ് റൂട്ടിൻ്റെയും മോണോകോട്ടിലിഡനസ് റൂട്ടിൻ്റെയും പറഞ്ഞു. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.